ബേസിക് അഭിവാഞ്ചിയാണ് ദൈവത്തിൻ്റെ. ഇത് നമ്മൾ മാക്സിമം ഇത് സ്ക്യൂസ് ചെയ്യണം, മാക്സിമം ഈ അവസരം പ്രയോജനപ്പെടുത്തണം. എന്താണ് ബേസിക് അഭിവാഞ്ചി? എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്ക് തുറന്നിട്ടിരിക്കുന്നൊരു വാതിലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? നമ്മളെവിടെ പോയാലും നമ്മുടെ കൂടെ ഉണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ റിസ്ക് എന്താ? ഈ ദൈവത്തിൻ്റെയും കൊണ്ടുപോകാൻ നമുക്ക് പാടായിരിക്കും. കാരണം നമ്മുടെ കയ്യിരിപ്പും ദൈവം ആഗ്രഹിക്കണം തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. പിന്നെ നമ്മൾ എന്തു ചെയ്യും? നമ്മളെ കുറച്ച് ഒതുങ്ങിക്കൊടുക്കും. എന്തിനാണ്? ദൈവത്തിനെ നമ്മുടെ കൂടെ ചേർത്ത് കൊണ്ടുപോകാൻ വേണ്ടി. ഇത് ഒരു വളരെ ഈ ഒരു അവസരം ഉണ്ട്. പക്ഷേ ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തുന്നവർ പലപ്പോഴും ചുരുക്കമായിരിക്കും. ദൈവം ഒരു വലിയ അവസരം തന്നതാണ്. എന്താണ്? ദൈവത്തിൻ്റെ ബേസിക് മൈൻഡ് സെറ്റ് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നതാണ്. കാര്യം എനിക്ക് തന്നെ അത് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. ഞാൻ ചിലപ്പോഴും അമ്മയോട് ചോദിക്കും, അമ്മേ 2 പ്രാവശ്യം നീ എനിക്ക് നേരെ വന്ന് എന്നെ കണ്ടു. ഈ ശരിക്കും പറഞ്ഞ ആ കാലത്ത് എന്നേക്കാൾ എത്രയോ യോഗ്യന്മാർ ദൈവദൃശ്യനിധിയിൽ ചൈതന്യമുള്ളവർ ഈ ഭൂമിയിൽ ഇല്ലാഞ്ഞിട്ടാണോ? എനിക്കതിനെക്കുറിച്ച് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഒരു പ്രാവശ്യമാണ് നമുക്ക് ഓക്കെ. ഒരു പ്രാവശ്യം അമ്മ വന്നപ്പോൾ 4 വിരലെടുത്ത് എൻ്റെ വായിലിട്ട്. എനിക്കതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായത് കാരണം ഞാനത് ബൈബിളെടുത്ത് നോക്കി. പിറ്റേ ദിവസം ഈജിപ്തിൽ വെച്ചാണ് അമ്മ എൻ്റെ വായിൽ കൈയിട്ടത്. അപ്പോൾ എനിക്കറിയാം അമ്മ എന്തോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നിൻ്റെ പ്രസംഗങ്ങളെ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കുമെന്നാണ്. ആ അടയാളങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രസംഗങ്ങളെന്ന് പറഞ്ഞ് നോക്കി, ഞാൻ വലിയ പ്രസംഗമൊന്നും ചെയ്യണില്ലല്ല, ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ദൈവത്തിന് അറിയാം, നിങ്ങൾക്കറിയാവുന്നറിയത്തില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറയണതനുസരിച്ച് നിങ്ങൾ പതുക്കെ നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കണം. ഈ ലക്ഷ്മിയുടെ സാക്ഷ്യം അതാണ്. ലക്ഷ്മി രക്ഷപ്പെടാൻ കാര്യം, ലക്ഷ്മി GM ജനറൽ നേഴ്സിംഗ്. പക്ഷേ ലക്ഷ്മി രക്ഷപ്പെടാനുള്ള കാരണം എന്താണ്? പ്രസംഗത്തിൽ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, കർത്താവ് നമ്മളെ അന്വേഷിക്കുന്നത് വിശേഷവിദ്യയായി നീ എന്താണ് ചെയ്യണത്. അത് ഒരു ദിവസം വചനം വായിച്ചപ്പോൾ കർത്താവ് എന്നോട് ചോദിച്ച ചോദ്യമാണ്. അപ്പം ഞാനത് എന്നോടും ചോദിച്ചു, നിങ്ങളോടും ചോദിച്ചു. എന്താണ്? വിശേഷവിദ്യയായി. മത്തായി 5:47 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 സ്നേഹരാജാവേ സ്തുതി. ഹല്ലേലൂയ സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാഴാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ മത്തായി 5:47 സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? ഇത് ഭയങ്കര റിലേറ്റിവിറ്റിയാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്താൽ ഒന്നാമതിൽ ദൈവത്തിന് മുതലാകത്തില്ല. അതാണ് ഏറ്റവും പ്രശ്നം. എനിക്ക് പരിശുദ്ധാത്മാവ് എന്നോട് നേരത്തെ പറഞ്ഞു, ജോസഫേ, വെറുതെ ദൈവമായിട്ട് ജീവിച്ച് നിൻ്റെ ചെറിയ പരിപാടികൾ കൊണ്ടൊന്നും പരിപാടി നടക്കത്തില്ല. കാര്യം ഇതിന് നല്ല ഹെവി ഇൻവെസ്റ്റ്മെൻറ്റാണ് ദൈവം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റിനോട് ഒരു ആത്മാർത്ഥയില്ലാത്തവരുമായിട്ട് ദൈവം മുന്നോട്ട് പോകത്തില്ല. പച്ചക്ക് പറഞ്ഞതാണ്. ദൈവം എന്താ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? തൻ്റെ ഏകജാതനെയാണ് നൽകിയിരിക്കുന്നത് ഈ പ്രോജക്റ്റിലെ. ഇനി ദൈവത്തിൻ്റെ കയ്യിലൊന്നുമില്ല, ലാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ
സ്നേഹിച്ചു എന്ന് പറയുന്ന ആ 3:16 കൂടെ കോമ്പറ്റൻ്റ് ആയിട്ട് വരുന്ന വചനം എന്താണ്? നമുക്ക് യേശുക്രിസ്തുവിന് നൽകിയവൻ അവനോടുകൂടി ഒരു നാണം കെട്ട സ്നേഹമാണ് ദൈവത്തിൻ്റെത്. നമ്മളും ഇതുപോലെ നാണം കെട്ട് ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മളിങ്ങനെ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്ന് പറഞ്ഞ് അഴിയാതെ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഉപ്പ് ഇരിക്കണ കുട ഉടയണ പോലെ ഉടഞ്ഞു പോകാമെന്നല്ലാതെ ഒരു പരിപാടിയും നടക്കത്തില്ല. അപ്പോൾ ദൈവവുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ വളരെ ശ്രദ്ധിച്ച് ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. 3:16 വായിച്ചേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 3:16. യോഹന്നാൻ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു രീതിയാണത്. അതായത് ഒന്നും ബാക്കി വെക്കാതെ, പാത്ത് വെക്കാതെ, റിസർവ് ചെയ്യത്തില്ല. അൺറിസർവ്ഡ് ആൻഡ് അൺകണ്ടീഷണൽ ലവ് ആണ്. ഇതിങ്ങനെ ധ്യാനഗുരുക്കന്മാരിങ്ങനെ എല്ലാ മാസവും എല്ലാ വർഷവും ഒക്കെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. എന്താ കാര്യം? ഈ കഥ കേൾക്കണമെങ്കിൽ കേൾക്കാൻ ചെവി ഉണ്ടാകണം. അതാണ് പ്രശ്നം. അതാണ് ഈശോ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഈശോ എന്ത് പറയും? കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. 13:9 എടുത്ത് ശ്രുതികടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. മത്തായി ശ്ലീഹ 13:9 ശ്രുതികടെ. ഹല്ലേലൂയ. 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 13:9. 13:9 ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം വരണത്. തൻ്റെ ഏകജാതനെ അന്തരാത്മാവിൽ അറിയണത് അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ഓക്കെ, ഇതൊരു 100 തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എന്താ കാര്യം? നമ്മൾക്ക് കേൾക്കാനുള്ള ശ്രവണാഭിഷേകം എന്നും പറഞ്ഞാൽ വേറൊരു സാധനമുണ്ട്, അത് തന്നിട്ടില്ല. അതാണ് വിഷയം. കേൾക്കാൻ ചെവി എന്നുകൊണ്ട് ഈ ചെവി അല്ലേ ഉദ്ദേശിക്കുന്നത്. ഒരു വാക്ക്, ദൈവത്തിൻ്റെ വചനം അതിൻ്റെ അന്തരാത്മാവിൽ അറിയണത് അഭിഷേകപ്രകാരമാണ്. ആ അഭിഷേകം നമുക്ക് തന്നിട്ടില്ല. കാര്യം എന്താണ്? അത് പേയ്മെൻ്റ് സീറ്റാണ്. അതാ വിഷയം. അഭിഷേകം പേയ്മെൻറ്റാണ്. നമുക്ക് ചില ആപ്പൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ കുറച്ചുകൂടി കൂടിയ വേർഷൻസ് ഉണ്ട്. അപ്പോൾ അവർ പറയും പേയ്മെൻറ്റാണ്, ഇതിന് പേയ്മെൻറ്റ് ചെയ്യുമെന്ന് പറയും. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ, ഭൗതിക കാര്യങ്ങളൊക്കെ ദൈവമായിട്ടൊക്കെ ഒരു പേയ്മെൻറ്റും ഇല്ലാതൊക്കെ കിട്ടും. കുറച്ച് കഴിഞ്ഞാൽ എല്ലാം പേയ്മെൻറ്റാണ്. എല്ലാം പേയ്മെൻറ്റാണ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു 40% കാര്യങ്ങൾ ദൈവമായിട്ട് വലിയ പേയ്മെൻ്റ് ഇല്ലാതെ ഒരു എല്ലാവർക്കും കിട്ടും. പക്ഷെ അതിൻ്റെ കുറച്ച് റിവൈസ്ഡ് ആയിട്ടുള്ള വേർഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞതുപോലെ അതിന് പ്രത്യേക അഭിഷേകം കിട്ടണം. ഇപ്പം നമ്മൾക്ക് യേശുക്രിസ്തു നൽകിയവൻ, അത് ഇതുകൊണ്ട് യോജിക്കുന്ന വാക്കാണ്. അത് വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ. വായിച്ചോ, പഠിക്കുള്ള എൻ്റെ പേര് ജോസ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്.
2024 ജൂലൈ 10 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ മരിയൻ ഭക്തിയോടൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ എൻ്റെ ഇടവക ദേവാലയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിലുള്ള നല്ലൊരു കുരിശടിയുണ്ട്, മനോഹരമായൊരു കുരിശടിയുണ്ട്. ഞാൻ അവിടെ പോകാറില്ല, പ്രാർത്ഥിക്കാറില്ല, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ കയ്യിൽ എപ്പോഴും പരിശുദ്ധമായ ജപമാല ഉണ്ടായിരിക്കും. ഞാൻ എപ്പോഴും അത് ചൊല്ലുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചില വ്യക്തിപരമായ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ കൃപാസനത്തിൽ വരണം, ഉടമ്പടി എടുക്കണമെന്നുള്ള വലിയൊരു ചിന്ത എൻ്റെ ഉള്ളിലിങ്ങനെ ഉണ്ടായി. പക്ഷേ അപ്പോഴും എൻ്റെ ഒരു സംശയം, ഈ ഉടമ്പടി ശരിയായ ഒരു രീതിയാണോ, ഇത് ഉടമ്പടി എടുക്കണോ വേണ്ടയോ എന്നുള്ള വലിയൊരു സംശയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനിപ്പിക്കുന്ന ബ്രദർ പോൾ എന്ന് പറയുന്ന ബ്രദറിനെ ഞാൻ വിളിച്ചു. അദ്ദേഹവുമായി എൻ്റെ പ്രശ്നങ്ങളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം, അങ്ങനെയുള്ള ഒരു മെസ്സേജാണ് ദൈവം എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതെന്ന് ആ ബ്രദർ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമായി. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ജൂലൈ 10 ഞാൻ ഇവിടേക്ക് വന്നു. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ സന്തോഷമൊക്കെ പോയി. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അത്ഭുതകരമായ തിരക്കും യാത്രയുടെ ക്ഷീണവും, എനിക്കാണെങ്കിൽ സമയത്തിന് ഫുഡ് കഴിക്കാതിരുന്നാൽ എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ ആരംഭം കൂടിയൊക്കെ ആയപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥനായിരുന്നു. എങ്ങനെയോ ഞാൻ ഉടമ്പടി എടുത്തു, ഞാൻ വീട്ടിലേക്ക് പോയി. പ്രത്യേകിച്ച് എനിക്കൊരു അനുഭവം ഒന്നുണ്ടായില്ല. പക്ഷേ ഓരോ ദിവസവും കഴിയുന്തോറും എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ചും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഞാൻ മുമ്പും ഒത്തിരിയേറെ സമയം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയാണ്, ജപമാല ചൊല്ലുന്ന വ്യക്തിയാണ്. പക്ഷെ അവിടെയൊക്കെ തന്നെയും വിശ്വാസത്തിൻ്റെ വലിയൊരു കുറവ് എനിക്കുണ്ടായിരുന്നു. 10 സ്റ്റെപ്പ് ഞാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 20 സ്റ്റെപ്പായിട്ട് ഞാൻ പുറകിലേക്ക് പോകും. അതായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷെ ഉടമ്പടിക്ക് ശേഷം അതിന് വലിയൊരു മാറ്റം വന്നു. ദൈവം അകലെയല്ല, അടുത്ത് തന്നെയുണ്ട്. പരിശുദ്ധ ദൈവമാതാവ് ഏറ്റവും വലിയ മധ്യസ്ഥയാണെന്നുള്ള വലിയ ശക്തമായ ഒരു ബോധ്യം എൻ്റെ ഉള്ളിൽ വന്നു തുടങ്ങി. പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഒരു സ്നേഹിതനോടെന്ന പോലെ, ഒരമ്മയോടെന്ന പോലെ ഹൃദയം തുറന്ന് സംസാരിക്കുവാനുള്ള, ആ രീതിയിൽ പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു ഭാഗ്യവും അനുഗ്രഹവും എനിക്ക് ലഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മാസം ജൂലൈ 30 എൻ്റെ ഈ മകൻ റിജോ, എൻ്റെ സിസ്റ്ററിൻ്റെ മകനാണ്, അവൻ പനിയായിട്ട് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെയുള്ള നഴ്സുമാരുടെ അശ്രദ്ധ കാരണം ഇവന് മരുന്ന് മാറിയാണ് കുത്തിവെച്ചത്. പെട്ടെന്ന് തന്നെ ഇവന് വോമിറ്റിംഗ് ഉണ്ടായി, ഇവൻ്റെ പൾസ് റേറ്റ് കുറഞ്ഞു, ഹാർട്ട് ബീറ്റ് കുറഞ്ഞു, ഇവന് നെഞ്ചുവേദന തുടങ്ങി. ഇവൻ്റെ ബോധം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി. വളരെ വേഗം തന്നെ ഇവനെ തിരുവനന്തപുരം SIT മെഡിക്കൽ കോളേജിലേക്ക് ഇവനെ കൊണ്ടുപോയപാടെ ഇവനെ നേരെ വെൻറ്റിലേറ്ററിലേക്കാണ് കയറ്റുന്നത്. കാരണം അത്രമാത്രം ഇവൻ്റെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു. ഈ സമയത്ത് എന്നെ ഈ വാർത്ത വിളിച്ചറിയിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോടാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത്. അമ്മ, ഇവൻ്റെ ജീവൻ തിരികെ നൽകുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എൻ്റെ സിസ്റ്റർ, ഇവൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞതേയുള്ളൂ, വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ ഒരു കാര്യം, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല, അവനൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല, ഞാൻ പരിശുദ്ധ അമ്മയോട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപമുണ്ട്, ഉടമ്പടി തൈലവുമുണ്ട്. പക്ഷേ ഇവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളെ അവരനുവദിച്ചില്ല. ഓരോ നിമിഷം കഴിയുന്തോറും ഇവൻ്റെ അവസ്ഥ വളരെയധികം ഗുരുതരമായി തീർന്നു. ഇവൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാമെന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. പിറ്റേ ദിവസമായപ്പോൾ ഡോക്ടേഴ്സ് ഞങ്ങളോട് കാര്യം തുറന്നു പറഞ്ഞു,
ഇനി ഇവനെ ജീവനോടെ കിട്ടുന്ന കാര്യം വളരെയധികം സംശയമാണ്. വെറും 30% താഴെ മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ. ഈ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ തന്നെ ഇങ്ങനെ തന്നെ തുടരണമെങ്കിൽ അങ്ങനെ തന്നെ തുടരാം. പക്ഷേ എത്ര മണിക്കൂറെന്നോ എത്ര ദിവസമെന്നോ പറയാൻ സാധിക്കില്ല. പിന്നെ മറ്റൊരു സാധ്യത എക്മോ ട്രീറ്റ്മെൻ്റ് ആണ്. എക്മോ മെഷീൻ്റെ സഹായത്തോടു കൂടി ഇവൻ്റെ ജീവനെ നിലനിർത്തുക. അതും എത്ര സമയത്തെന്നോ എത്ര ദിവസമെന്നോ പറയാൻ സാധിക്കത്തില്ല. ഒരു പക്ഷേ ഇവൻ റിക്കവറിയായി തിരിച്ചു വരുന്നെങ്കിൽ പോലും ജീവിതകാലം മുഴുവനും പാരലൈസ്ഡായിട്ട് കഴിയേണ്ടതായി വരും. ഇതൊക്കെ വെറും ഒരു സാധ്യത മാത്രമാണ്. യഥാർത്ഥമായ സത്യം ഇവൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പിന്നീട് അവർ എക്മോ ട്രീറ്റ്മെൻറ്റ് തന്നെ തുടരാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഇവനെ വെന്റിലേറ്ററിൽ നിന്നും ICUയിലേക്ക് മാറ്റി. ICUയിലേക്ക് മാറ്റുന്ന സമയത്ത് ഞങ്ങളുടെ ബന്ധുക്കളെ എല്ലാവരെയും ഇവനെ കാണിച്ചു. കാരണം ഈ പകുതി ജീവനോടെ പോകുന്ന കുഞ്ഞ് ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ലെന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നു. അങ്ങനെ ഇവൻ്റെ എക്മോ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പക്ഷേ പ്രതീക്ഷിച്ച വലിയ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് കേരളത്തിലെ പ്രമുഖ പത്രങ്ങൾ ഇവൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തു. മരുന്ന് മാറി കുത്തിവെച്ചു, കുഞ്ഞിൻ്റെ അവസ്ഥ വളരെയധികം ഗുരുതരമായി തുടരുന്നു എന്നുള്ള വാർത്ത കേരളത്തിലെ പ്രമുഖ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രമുഖ ചാനലുകളിൽ ഇവൻ്റെ വാർത്ത വന്നു തുടങ്ങി. അതിനുശേഷമാണ് പലരും ഇവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത് തന്നെ. പക്ഷേ ഏതാണ്ട് ആ സമയത്തൊക്കെ ഞങ്ങൾ ഒത്തിരിയേറെ മാനസികമായ സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയ നിമിഷങ്ങളും കൂടിയായിരുന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് കേസെടുക്കുന്നു, പോലീസ് എൻക്വയറി നടക്കുന്നു, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു, മീഡിയാസിൻ്റെ ഒത്തിരിയേറെ സമ്മർദ്ദം, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ മുതലെടുപ്പിനുള്ള സമ്മർദ്ദം എല്ലാം കൂടിയായപ്പോൾ ഞങ്ങൾ ആകെ മാനസികമായ ഒരു തകർന്ന അവസ്ഥയിലായിരുന്നു. പൗലോസ്ലീഹ പറയുന്നത് പോലെ പുറമേ മത്സരം, ഉള്ളിലോ ഭയം. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. എല്ലാവർക്കും വേണ്ടത് ഇവൻ്റെ വാർത്തയായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ഇവൻ്റെ ജീവനായിരുന്നു. ആ സമയത്ത് ഒത്തിരിയേറെ പേര് ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു. വ്യക്തിപരമായും കൂട്ടായ്മയായിട്ടും ഒത്തിരി പേര് ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഏകദേശം 10ഓളം പള്ളികളിൽ ഇവന് വേണ്ടി പരിശുദ്ധമായ കുർബാന അർപ്പിക്കപ്പെട്ടു. മതവ്യത്യാസമില്ലാതെ, സഭാവ്യത്യാസമില്ലാതെ പലരും ഇവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ സമയത്തൊക്കെ ചെറിയൊരു മാറ്റം വരുമെങ്കിൽ പോലും ഒരിക്കലും അപകടനില തരണം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. അപ്പോഴും ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല, ഏത് നിമിഷവും എന്തും സംഭവിക്കും, അത് മാത്രം പ്രതീക്ഷിക്കുക. അങ്ങനെ ഓഗസ്റ്റ് മാസം ഒരു ഞായറാഴ്ച, 4-ാം തീയതി ഞായറാഴ്ച, എൻ്റെ വല്യപ്പച്ചൻ്റെ മകൻ ജോസേട്ടനും ഭാര്യ രഞ്ജിനി ചേച്ചിയും അവിടേക്ക് വരുന്നു. അവരെനിക്ക് ഉടമ്പടി വസ്തുക്കൾ തന്നു. ഉടമ്പടി വസ്തുക്കൾ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ തൈലം ഇവന് തേച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് മുമ്പേ തന്നെ ഞാൻ ഇവനെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ഉടമ്പടി തൈലവും കാശ് രൂപവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അന്ന് ഇവൻ്റെ അടുക്കലെത്താൻ വേണ്ടി എനിക്കത് സാധിച്ചില്ല. പക്ഷേ ഈ ഉടമ്പടി തൈലവുമായി ഈ ഉടമ്പടി വസ്തുക്കളുമായിട്ട് ഞാൻ 3-ാമത്തെ നിലയിലുള്ള ICUയിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആരോ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി, നീ ആദ്യമേ ഉടമ്പടി വസ്തുക്കളുമായിട്ട് ഇവൻ്റെ അടുക്കലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ നിനക്കന്നതിന് സാധിച്ചില്ല. ഇപ്പോൾ ഇതാ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ നിനക്കിതാ വീണ്ടും ഈ ഉടമ്പടി വസ്തുക്കൾ നിൻ്റെ കൈകളിൽ എത്തിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും നീ അവൻ്റെ അടുക്കൽ എത്തിക്കണം, ബാക്കി അമ്മ നോക്കിക്കൊള്ളും. ഈ ബാക്കി അമ്മ നോക്കിക്കൊള്ളും എന്നുള്ള വാക്കാണ് എൻ്റെ ഉള്ളിൽ ആരോ ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. ഞാൻ ICUവിൻ്റെ മുമ്പിലെത്തിയപ്പോൾ എൻ്റെ മൂത്ത പെങ്ങൾ ലിസി അവിടെയുണ്ട്. ഞാൻ അവളോട് ഉടമ്പടി വസ്തുക്കൾ കൊടുത്തിട്ട് പറഞ്ഞു, ഇതെങ്ങനെയെങ്കിലും ഇവൻ്റെ അടുക്കൽ എത്തിക്കണം. പക്ഷേ ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 7:30 വരെ അവിടെ ഇരുന്നിട്ടും ഇവൻ്റെ അടുക്കൽ ഉടമ്പടി വസ്തുക്കൾ എത്തിക്കാനുള്ള ഒരു സാഹചര്യം, അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പോഴാണ് മകനെ കാറ്ററ്റിസം പഠിപ്പിക്കുന്ന സെബാസ്റ്റ്യൻ സാറ് അവിടേക്ക് വരുന്നത്. അദ്ദേഹവും വെഞ്ചരിച്ച ജപമാലയുമായിട്ടാണ് അവിടേക്ക് വന്നത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെ ഉദ്ദേശം ഒന്ന് തന്നെയായിരുന്നു, എങ്ങനെയെങ്കിലും ഈ ഉടമ്പടി വസ്തുക്കൾ ഇവൻ്റെ അടുക്കൽ എത്തിക്കുക എന്നുള്ളത്. പെട്ടെന്ന് തന്നെ അവിടെ വലിയൊരു അന്തരീക്ഷം മാറി. അവിടെ രോഗിയായി കഴിഞ്ഞിരുന്ന ഒരു കുഞ്ഞിൻ്റെ അമ്മാമ്മ മുഖാന്തരം ഞങ്ങൾക്കൊരു നേഴ്സിനെ പരിചയപ്പെട്ടു.
അവർ ഉടമ്പടി വസ്തുക്കൾ ഇവൻ്റെ അടുത്ത് കൊണ്ട് വെക്കാമെന്നേറ്റു. ഞങ്ങൾ ഈ ഉടമ്പടി കാശ് രൂപം തൈലത്തിൽ മുക്കി ഞാനും എൻ്റെ മൂത്തപ്പങ്ങളും ഈ സെബാസ്റ്റ്യൻ സാറും കൂടി അതിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു. കാരണം ഞങ്ങൾ 3 പേരുമാണ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഈ വിശ്വാസ പ്രമാണം ചൊല്ലി സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എനിക്ക് വല്ലാത്തൊരു വൈബ്രേഷൻ ഉണ്ടായി. ഞാൻ ഉയരത്തിലേക്ക് ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകുന്നത് പോലെ എനിക്ക് തോന്നി. അതിനുശേഷം ഉടമ്പടി വസ്തുക്കൾ ഇവൻ്റെ അടുക്കൽ കൊണ്ടുവച്ചു. ഞാൻ ഉടമ്പടി ഉപ്പ് ഐസിൻ്റെ മുമ്പിലൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി വിതറി. ഉടമ്പടി തൈലം കൊണ്ട് ഞാൻ ഐസുവിൻ്റെ വാതിലുകളും ജനലുകളും ചുവരുകളൊക്കെ തന്നെ ഞാൻ കുരിശടയാളം വരച്ചു. കുരിശടയാളം വരയ്ക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ ഇനി ഒരു മരണത്തിൻ്റെ ദൂതൻ പോലും ഈ ഐസുവിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകരുത്. ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥന അവസാനിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും വലിയൊരു ഭാരം ഇറങ്ങിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം അത്രയും ദിവസം വരെയും ഒത്തിരിയേറെ ടെൻഷനിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അന്ന് രാത്രി ഞാൻ സുഖകരമായി ഒന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇവൻ്റെ പപ്പ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തുള്ള അത്ഭുത മാതാവിൻ്റെ പള്ളിയിൽ പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയുള്ള ഒരു ബ്രദർ എന്നോട് പറഞ്ഞത്, മകൻ്റെ കാര്യത്തിൽ വലിയ പേടിയൊന്നും വേണ്ട, പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം അവൻ്റെ അടുത്ത് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ തലേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു. ഉടമ്പടി വസ്തുക്കളൊക്കെ ഇവൻ്റെ അടുത്ത് കൊണ്ടുവച്ച കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായത്. അദ്ദേഹത്തിന് വലിയൊരു വിശ്വാസമായി. പിന്നീട് അദ്ദേഹം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്നേ ദിവസം വൈകുന്നേരം ഇവൻ്റെ എക്മോ ട്രീറ്റ്മെൻറ്റിൻ്റെ മെഷീൻ സപ്പോർട്ടൊക്കെ എടുത്ത് മാറ്റുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഞാനന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഒത്തിരിയേറെ ഉത്കണ്ഠ എനിക്കുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഉത്കണ്ഠ എനിക്കുണ്ടായിരുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കൃപാസനം പത്രം ഉണ്ട്. എപ്പോഴോ ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് കിട്ടിയൊരു പത്രമാണ്. ഇതുവരെ തുറന്നു പോലും നോക്കാൻ പറ്റിയിട്ടില്ല. ഞാനത് എടുത്തൊന്ന് വായിച്ചു. അതിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എഴുതിയ എഡിറ്റോറിയൽ മാത്രമാണ് ഞാനെടുത്ത് വായിച്ചത്. അതിൽ വായിക്കുമ്പോൾ അതിൽ വെളിപാട് പുസ്തകം 21-ാം അധ്യായം 4-ാം വാക്യം എന്നെ പെട്ടെന്ന് ആകർഷിച്ചു. ആ വാക്യം ഇങ്ങനെയായിരുന്നു: ഞാൻ അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കും, ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടായിരിക്കുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. ഞാൻ ആ വചനം വീണ്ടും വീണ്ടും വായിക്കും തോറും എൻ്റെ ഉള്ളിൽ വലിയ വലിയ സന്തോഷം നിറയാൻ തുടങ്ങി. ഞാൻ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോയി. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഒരു നാട്ടുകാരൻ എന്നോട് ചോദിച്ചു, കുഞ്ഞിനിപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവനൊരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. പക്ഷെ അതെങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. ഈ ഒരു വചനത്തിൻ്റെ ശക്തിയാലാണ് ഞാനത് പറഞ്ഞത്. കാരണം ഡോക്ടേഴ്സ് പോലും ആ നിമിഷം പോലെയും പറയാത്തൊരു കാര്യമാണ് ഞാനവിടെ പറഞ്ഞത്. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഇവൻ്റെ പപ്പ 2 കൈകളും വിരിച്ച് പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരികയാണ്. ജോസെ, മകനൊരു കുഴപ്പമില്ല, മെഷീൻ സപ്പോർട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്, അവനിപ്പോൾ നല്ലതുപോലെ ശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ എന്ത് അത്ഭുതമാണ് അവിടെ സംഭവിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കരയണോ ചിരിക്കണോ എന്താണെന്നൊരു പിടിയും കിട്ടാതെ ഞാൻ അങ്ങനെ നിൽക്കുകയായിരുന്നു. മരണത്തിലേക്ക് പോയിരുന്ന ഇവൻ്റെ ജീവനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പിതാവായ ദൈവം ഞങ്ങൾക്കായി മടക്കി നൽകിയ മകനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ, ഈ ആൾത്താരയുടെ മുമ്പിൽ ഒരു സാക്ഷിയായിട്ട് നിൽക്കുന്നത്. ഇതിന് ശേഷമാണ് ഞങ്ങൾ ചില കാര്യങ്ങളും കൂടി അറിയുന്നത്. ഇവൻ ICUവിലായിരിക്കുന്ന സമയത്ത് 2 പ്രാവശ്യവും ഇവൻ്റെ ECG മോണിറ്റർ നിന്നു. അതായത് ഇവൻ മരിച്ചു എന്നുള്ള വാർത്ത തന്നെയാണ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ വന്ന വാർത്ത. പക്ഷെ ഞങ്ങളോടത് ആരും പറഞ്ഞില്ല, ഞങ്ങളെ ആരും അറിയിച്ചതുമില്ല. ഏതാണ്ട് ഇതേ സമയത്താണ് ഉടമ്പടി വസ്തുക്കൾ ഇവൻ്റെ അടുക്കൽ ഞങ്ങൾ കൊണ്ടുവയ്ക്കുന്നത്. അതിനുശേഷം ഒരു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ ഒരു സത്യമാണ്, ഏത് നിമിഷമാണോ നിങ്ങൾ ആ വസ്തുക്കൾ, അതായത് ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുവച്ചത്, ആ സമയം മുതൽ ഇവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു തുടങ്ങി. ഇവൻ ജീവനിലേക്ക് വന്നു തുടങ്ങി. ഇവൻ ശക്തമായി ശ്വസിക്കാൻ തുടങ്ങി. എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു. 2 ആഴ്ചയോളം ഇവൻ ICUവിൽ തന്നെ ആയിരിക്കുമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷേ 2 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ ഇവൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി. ഏകദേശം 6 മാസത്തോളം
ഇവന് സമ്പൂർണ്ണമായ ഒരു വിശ്രമം തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ 6 മാസത്തിന് മുന്നേ തന്നെ ഇവൻ സ്കൂളിൽ പോകാൻ തുടങ്ങി, പള്ളിയിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരിയേറെ നന്മകൾ ഞങ്ങൾക്ക് നൽകിയ, ഇവൻ്റെ ജീവനെ തന്നെ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു. പേര് അന്ന സൈമൺ. ഞാൻ വരുന്നത് മോനിപ്പള്ളി ഇടവക സേക്രഡ് ഹാർട്ട് ചർച്ചിൽ നിന്നാണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് യുഎസിലാണ്. എനിക്ക് കിട്ടിയ മാതാവ് വഴി മാതാവിൻ്റെ മധ്യസ്ഥത വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിനും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എൻ്റെ വയറ്റിൽ എനിക്ക് എന്ത് കഴിച്ചാലും വയറുവേദന ഉണ്ടാകുമായിരുന്നു. ഞാൻ മാതാവിൻ്റെ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വയറ്റിലും വായിലും ഒക്കെ കഴിച്ചു. എനിക്ക് ഒത്തിരി ആശ്വാസം കിട്ടി. അതുവഴി എനിക്ക് ഒരു പുതിയ മരുന്ന് കിട്ടി. ഇപ്പം അത് കഴിക്കുന്നില്ല, എങ്കിലും ദൈവം വഴി എനിക്ക് ആ മരുന്ന് ഡോക്ടർ എനിക്ക് എഴുതി തന്ന്. അതുപോലെ തന്നെ പിന്നെ എൻ്റെ ഇവിടെ ഭയങ്കര സൈനസൈറ്റീസ് ആയിരുന്നു. ഒരു 2-3 വർഷത്തോളം ഇടയ്ക്കിടയ്ക്കെല്ലാം ഉണ്ടാകും. ഭയങ്കര തലവേദന എടുക്കും. പിന്നെ അതുവഴി എനിക്ക് പ്രഷർ കൂടി. ഞാൻ ആയി 2-3 പ്രാവശ്യം അഡ്മിറ്റായി. അത് മാതാവിൻ്റെ പ്രാർത്ഥന വഴി മാതാവിലൂടെ ഈശോയിൽ ഞാൻ പ്രാർത്ഥിച്ച് ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചും പിന്നെ എനിക്ക് ആ സമയത്തെല്ലാം സ്റ്റീറോയിഡിൻ്റെ മരുന്ന് തന്നാണ് എൻ്റെ മരുന്ന് സൈനസൈറ്റീസ് കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് എനിക്ക് കുറവുണ്ട് ഒത്തിരി. ഞാൻ ആ മരുന്നൊന്നും എടുക്കാറില്ല. അത് ആ സമയത്ത് ഒത്തിരി പ്രഷർ കൂടി, ഭയങ്കര പ്രഷറായിരുന്നു. എന്നാന്ന് അറിയത്തില്ലായിരുന്നു. ഇപ്പോഴും അതിന് ഭയങ്കര ദൈവത്തിന് ഈശോയ്ക്കും മാതാവിനും ഈശോയ്ക്കും കൊടാനുകോടി നന്ദി പറയുന്നു. ഇനി വരാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങൾ യുഎസിൽ ഫ്ലോറിഡ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു. അവിടെ എൻ്റെ മോൻ ഇപ്പം താമസിക്കുന്നത് ടെക്സസിലാണ്. ഹൂസ്റ്റണിലേക്ക് പോകാൻ വേണ്ടി അവനെപ്പോഴും 5 വർഷമായിട്ട് അവിടെയായിരുന്നു. അങ്ങോട്ട് പോകാൻ വേണ്ടി ഞങ്ങളെ വിളിക്കുമായിരുന്നു, അങ്ങോട്ട് പോകാം ഡാഡി മമ്മി ഇപ്പം തന്നെ അവിടെ താമസിക്കേണ്ടെന്നും പറഞ്ഞ്. എനിക്കൊരു മോനും ഒരു മോളും ഉണ്ട്. മോള് ബോസ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പോകാൻ മടിയായിട്ടിരുന്ന്. നല്ല കാലാവസ്ഥയൊക്കെയുള്ള സ്ഥലമാണ് ഫ്ലോറിഡ. പക്ഷേ കൊച്ചും പിന്നെ അവസാനമായപ്പോൾ ഞങ്ങൾ തന്നെയുള്ളൂ. പ്രായമൊക്കെ ആയ കാരണം ഞങ്ങളത് വിൽക്കാമെന്ന് വെച്ചു. വിൽക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു വീട് കിട്ടി, പുതിയൊരു വീട് കിട്ടി. അത് ഞങ്ങളങ്ങ് വാങ്ങിച്ചു ഡൗൺ പേയ്മെൻ്റ് ഇട്ട്. പക്ഷേ അതിൻ്റെ മുഴുവൻ പൈസ അന്നേരം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അത് പിന്നെ ഒരു ടെൻഷനായിരുന്നു. കുറേ നാൾ കൊണ്ടാണ് 5-6 മാസം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഫ്ലോറിഡയിലെ വീട് വിൽക്കാൻ കിട്ടിയതും. അത് പലരും വന്നിട്ട് പലതരത്തിലും വിലയുണ്ടെങ്കിലും പലരും വന്ന് അവസാനം വേണ്ടെന്ന് പറഞ്ഞ് മാതാവിൻ്റെ ഒരു ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് വിളക്കും പിടിച്ച് വീടിന് ചുറ്റും പ്രാർത്ഥിച്ച് 7 വട്ടം. അതോടുകൂടി പിറ്റേ ദിവസം ഒരു മനുഷ്യർ വന്ന് അവർ അത് മൊത്തത്തിൽ ഞങ്ങൾ പറഞ്ഞ വിലയ്ക്ക് തന്നെ അത് എടുക്കുകയും ഞങ്ങൾക്കത് ഞങ്ങളുടെ ആ കടബാധ്യതകളെല്ലാം നല്ല പുതിയ വീടിൻ്റെ കടബാധ്യതകൾ വീട്ടാൻ സാധിച്ചു എന്നതിനെ ഓർത്ത് തമ്പുരാൻ്റെ കരുണയ്ക്കായി മാതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ അതുപോലെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായ ഒത്തിരി സൗഖ്യത്തിനായി നന്ദി പറയുന്നു. ഇപ്പോൾ കൊച്ചുമക്കളെ കൊണ്ടുവരാത്തത് കൊണ്ട് അതിന് സാക്ഷ്യം പറയാനായിട്ടും പൂർണ്ണമായി പറയാൻ പറ്റുന്നില്ല. എന്നാലും ദൈവത്തിന് എൻ്റെ മനസ്സിൽ കിടക്കുന്നു. അത് ഒത്തിരി ഒരു ഭയങ്കര മിറക്കിളായിരുന്നു. അതിനെല്ലാം ഓർത്ത് നന്ദി പറയുന്നു. ഇനിയും ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ തരാനിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് പേപ്പർ കൊണ്ടുപോകായിരുന്നു. ആദ്യമേ മലയാളം പേപ്പർ ഞാൻ 22-ലാണ് ഞാൻ ഉടമ്പടി എടുത്തത്.
അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ മലയാളം പേപ്പർ മേടിച്ചിട്ട് കൊണ്ടുപോയില്ല. ആ വർഷം എനിക്ക് ഒന്നും സഹായിച്ച് കിട്ടിയിട്ടുമില്ല, അത് കൊടുക്കാനും പറ്റിയില്ല. അത് കഴിഞ്ഞ് വന്ന് എനിക്ക് ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോഴേ എൻ്റെ മാതാവിനെയാണ് എനിക്ക് കിട്ടിയത്. സ്പാനിഷും ഇംഗ്ലീഷും മലയാളം പേപ്പർ കൊണ്ടുപോയി. അത് ശരിക്കും സ്പാനിഷുകാരൊക്കെ ഉള്ള പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിലൊക്കെ കൊടുത്തപ്പം ഒത്തിരി ആൾക്കാർക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അച്ഛൻ അവിടുത്തെ സ്പാനിഷ് അച്ഛന് കൊടുത്തു. അതുവഴിയൊക്കെ അത് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര അനുഗ്രഹങ്ങൾ കുടുംബത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം രണ്ടാമത് പിന്നെ വന്നപ്പോഴും ഞാൻ ഇതുപോലെ മേടിച്ചുകൊണ്ട് പോയി. അവിടുന്ന് ഞങ്ങൾ മൂവ് ചെയ്തുകൊണ്ട് ഇച്ചിരി പ്രയാസമായിരുന്നെങ്കിലും ഒട്ടുമുക്കാലും എല്ലാം ഞാൻ കൊടുത്തു തീർത്തു. അത് ഇച്ചിരി താമസിച്ചാണ് കൊടുക്കാൻ പറ്റിയത്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ എൻ്റെ കാരുണ്യപ്രവൃത്തിയായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യമുള്ള കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു അവിടെ പോയി ചെയ്യാനൊന്നും മറ്റുള്ളവർക്കൊരു സഹായത്തിനായി ഈ ഇവിടുത്തെ പോലെ അത്രയ്ക്ക് അങ്ങ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും ആവശ്യം വന്ന ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കും. അതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങളൊരു 9 വീട്ടുകാർക്ക് ഒരു 5 സെൻറ്റ് വെച്ച് കുറച്ച് സ്ഥലം കിടപ്പുണ്ടായിരുന്നു, അവർക്ക് കൊടുത്തു. അതിന് ഒത്തിരി കഷ്ടപ്പാടുണ്ടായിരുന്നു. ഒരു 4 മാസം ഇവിടെ നിന്നേ പിന്നെ അത് കൊടുക്കാൻ പറ്റിയത്. അതിന് വഴി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഞാനിവിടെ നേർന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്നും പറഞ്ഞ് നേർന്ന് അതിന് അവർ ചോദിച്ച പൈസ തന്നെ കൊടുത്ത് ഞങ്ങളൊക്കെ അത് കിട്ടി. അതുകൊണ്ട് അവർക്ക് വഴി കിട്ടി. അതിൻ്റെ ഈ വർഷം അവർക്ക് അത് എല്ലാവർക്കും ഓരോ തറയിട്ട് ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് മാതാവ് വഴി സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അത് ദൈവം മാതാവിനറിയാമല്ലോ. അതെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാത്തിനും നന്ദി. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട്